കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ ഹോ. എനിക്ക് വിസിലറിയില്ല, കാറ്റ് മാത്രമേ വരുള്ളൂ. ശിവശംഭോ 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 ശംഭോ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ ഒരു പാട്ട് മലയാളത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. കിളിവാതിൽ, അങ്ങനെയല്ല, വാതിൽ ചെറുതായിട്ട് തുറക്കണം. കിളിവാതിൽ, ആ നോട്ടുണ്ടല്ലോ, കിളിവാതിൽ ചില്ലിലൂടെ നിന്നായം, അങ്ങനെ പറഞ്ഞുതരും. ഒരൊറ്റ റെക്കോർഡിംഗ് സെഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജയേന്ദ്രൻ സാറ്. മോഹൻ സിത്താര സാർ, എൻ്റെ അമ്മോ, മോഹൻ സിത്താര സാറിൻ്റെ ഒക്കെ മുമ്പിൽ പാടുന്നത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ആകാശത്തമ്പിളി പോലൊരു കൊയ്ത്തരിവാളുണ്ടോ, തരിവളകൾ മിന്നും കയ്യിൽ പൊന്നരിവാളുണ്ടേ. വിനീത് ശ്രീനിവാസനെ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്ത മനുഷ്യൻ എന്ന് പറയുന്നത് ഷാൻ റഹ്മാനാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ക്രിഞ്ചായി പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഇങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ് കിട്ടും. ആ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുത്ത 4 പേരാണ് ഒരുമിച്ച് അസാധ്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പാട്ടുകളുണ്ട്. ഷാൻ്റെ ഒരു സാംസങ് Q7 എന്ന് പറഞ്ഞ ഒരു മാട്ട മൈക്കുണ്ട്, അതിലാണ് അത് റെക്കോർഡ് ചെയ്തത്. കേൾക്കണ്ട, ഇപ്പൊ ഓടിക്കും. അനുരാഗത്തിന് വേളയിലെ തബലയുടെ സൗണ്ട്, ഗിറ്റാർസിന്റെ സൗണ്ടൊക്കെ ഭയങ്കര രസമാണ് കേൾക്കാൻ. കാരണം അന്ന് ദീപകേട്ടൻ അത് മൈക്ക് ചെയ്ത് മമ്മൂട്ടിയങ്ങളിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വോയിസ് മാച്ച് ആവുമോ എന്നുള്ളൊരു തോട്ടാ ഫസ്റ്റ് ഉണ്ടായിരുന്നു. മഞ്ഞളിൻ നിറം കൊണ്ടും മൈ കണ്ണിൻ മൂന കൊണ്ടും മദനനെ മയക്കുന്ന തമ്പുരാട്ടി, ഇവളിനി മംഗലത്തു വിളക്കു വെക്കണ വമ്പുകാരി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദാസാറിൻ്റെ പോലത്തെ ഒരു ശബ്ദം പ്രതീക്ഷിക്കുമ്പോൾ ഒരു കുഞ്ഞ് ശബ്ദം, ചന്ദനക്കിണ്ണം. ശബ്ദത്തിൻ്റെ വോയിസ് വന്നതിന് ശേഷമാണ് ദാസാറിൻ്റെ ശബ്ദം വരുന്നത്. കസവിൻ്റെ തട്ട എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പുകയാണ്. പാടാൻ തുടങ്ങി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പെട്ടെന്ന് എനിക്ക് ആ പിച്ച് കിട്ടാഞ്ഞപ്പോൾ ഒരു വെള്ളി പോലെ വീണത്. അപ്പോൾ അദ്ദേഹം സൂപ്പർ സൂപ്പർ, അയ്യോ ഇതിനി വീണ്ടും വൺ മോർ പോലെ, ഇതിനി ഇപ്പോൾ വീണ്ടും എങ്ങനെയാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. വിനീത് ശ്രീനിവാസനാണ് നമുക്കൊക്കെ ഉള്ളത്. ഹായ് വിനീത്. വിനീതിന് സംവിധായകൻ, എഴുത്തുകാരൻ എന്നതിനേക്ക് അപ്പുറത്ത് ഒരു ഗായകൻ എന്നുള്ള അർത്ഥത്തിൽ ഭയങ്കര എക്സിസ്റ്റൻസ് ഉണ്ട് മലയാളികൾക്കിടയിൽ. ഒരുപക്ഷെ വിനീത് ഞാനും കൂടെ സംസാരിക്കാൻ ഇടയായത് തന്നെ പാട്ടാണ്, വിദ്യാസാഗറാണ്. അതെ അതെ അതെ. അപ്പോൾ വിദ്യാസാഗർ സാറിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 2003 ആദ്യത്തെ പാട്ട് പാടുന്നത്. കസവിൻ്റെ തട്ടമിട്ട്, വെള്ളിയരഞ്ഞാനമിട്ട്, പൊന്നിൻ്റെ കൊലുസ് വിട്ടൊരു മൊഞ്ചത്തി, കൂന്താലിപ്പുഴയൊരു വമ്പത്തി. കൂന്താലിപ്പുഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BR പ്രസാദിൻ്റെ ഒരു സങ്കല്പ പുഴയാണ്, ആക്ച്വലി ഇല്ലാത്ത പുഴയാണ്. അപ്പോൾ അന്ന് ആ പാട്ട് പാടുന്ന ഗായകനെ മലയാളി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പാട്ടുകൾ, നമ്മുടെ ക്രിഞ്ച് കൂട്ടത്തിനൊക്കെ പാടാൻ പറ്റുന്ന ഒത്തിരി പാട്ടുകൾ, പിന്നെ ഷാൻ റഹ്മാൻ്റെ കൂട്ടത്തിൽ കുറേ തമാശ പാട്ടുകൾ. പക്ഷേ വിദ്യാസാഗറിൽ തുടങ്ങിയതുകൊണ്ട് ഞാൻ പറയാം, ഓമനപ്പുഴ കടപ്പുറത്തിന് ഓമനെ, ആ പാട്ട് പാടിയ വ്യത്യസ്തമായ ശബ്ദം നമ്മൾ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അനാർക്കലിയിലെ പാട്ട് വരുന്നത്, ആ ഒരുത്തി അവളൊരുത്തി. എനിക്ക് ആ ഒരുത്തി അവളൊരുത്തിയുടെ സ്റ്റൈലിലെ ആ കയ്യടിയും സാധനങ്ങളൊക്കെ വരുന്നൊരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വിനീത് ആ ഒരുത്തി അവളൊരുത്തി ഒരു 2 വരി പാടിക്കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ ഒരുത്തി അവളൊരുത്തി പാൽമണക്കും കതിരൊരുത്തി, ആ ഒരുത്തി അവളൊരുത്തി പാൽമണക്കും കതിരൊരുത്തി, ഒരുത്തി അന്നെന്നെ പിരിഞ്ഞ നേരത്ത് പൊഴിഞ്ഞതൊക്കെയും പാഴില, കരഞ്ഞു നീളിച്ച കടയൊക്കെയും കരിമുകിലിൻ ചാകര. ഇടയ്ക്കൊരു വരി വിട്ടു. അതെ അതെ. വിദ്യാസാഗർ സാറിനെ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? ആദ്യത്തെ പാട്ടിലേക്ക് എങ്ങനെ എത്തിയെന്ന് പറയൂ. എൻ്റെ ഫസ്റ്റ് മെമ്മറി വിദ്യാസാഗർ സാറിൻ്റെ ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രിയനങ്കിളിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നെ. അപ്പോൾ ഞാൻ ആ സമയത്ത് നാട്ടിലാണ്, മദ്രാസിൽ തന്നെയാണ് താമസം, പക്ഷേ വെക്കേഷന് നാട്ടിൽ വന്ന സമയത്താണ് വിളി വരുന്നത്. അപ്പം ഞാനങ്ങനെ പോയി 4 Frames എന്ന് പറഞ്ഞ വള്ളൂർ കോട്ടത്തുള്ള സ്റ്റുഡിയോയിൽ, പ്രിയനങ്ങളുടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് കയറിയിട്ട് വരുന്ന വിദ്യാസാഗർ സാറിനെയാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ അതിന് മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാസറ്റിൻ്റെ പുറകിൽ ഈ റൗണ്ടിൽ ഇത്രയ്ക്ക് തല മാത്രം വെച്ചിട്ടുള്ള ഇതിലുണ്ടല്ലോ, അതിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ വിദ്യാസാഗർ സാറിൻ്റെ അഴകിരാവണിൻ്റെ കാസറ്റിലൊക്കെ ഉള്ള ആ ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ആള് നേരെ കയറി വരികയാണ്. അപ്പോൾ നേരെ കയറി വന്നിട്ട് ആ സമയത്ത്
പ്രിയനങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് അതിൽ തന്നെയുള്ള വിളക്ക് കൊളുത്തി വരും മറബു കഥകൾ അതിൻ്റെ കമ്പോസിങ്ങിനെ പറ്റിയിട്ടൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രിയനങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ചിരിച്ചു. അപ്പോൾ ശ്രീനിയുടെ മോനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ട് ഒരു നോട്ടം നോക്കി. അപ്പോൾ അതിനുശേഷം വിദ്യാസാഗർ സാറ് പ്രിയനങ്ങളെ മീറ്റ് ചെയ്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ റൂമിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രിയനങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയനങ്ങൾ നടക്കുമ്പോൾ ഞാനിങ്ങനെ പിന്നാലെ ഇങ്ങനെ നടന്ന് കാറിൽ കയറി വർഷവല്ലകി എന്ന് പറയുന്ന സ്റ്റുഡിയോയിലേക്ക്, ടി നഗറിലുള്ള സ്റ്റുഡിയോയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ പ്രിയനങ്ങൾ തന്നെയാണ് പ്രിയനങ്ങളുടെ ആർട്ടിസ്റ്റിനെയൊക്കെ വിളിക്കുന്നതും ഡേറ്റ് പറയുന്നതെന്നൊക്കെ എനിക്ക് അന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഞാൻ കാറിൽ പുറകിലിരിക്കുന്ന സമയത്ത് കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിനെയൊക്കെ പ്രിയനങ്ങൾ 2-3 പേരെ ഡയറക്റ്റ് വിളിച്ചിട്ട് ഈ സമയത്തായിരിക്കും ഫ്രീ ആക്കി വെച്ചോളൂ. അത് ബേസിക്കലി കൺട്രോളേഴ്സ് ചെയ്യുന്ന ജോലി അടക്കം പ്രിയനങ്ങൾ ഡയറക്റ്റായിട്ട് ജനറലി നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുക. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ കൺട്രോളറുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ട് കൺട്രോളറാണല്ലോ വിളിക്കുക. ഇത് പ്രിയനങ്ങൾ, എനിക്കത് ഭയങ്കര കൗതുകമായിരുന്നു. അത് എല്ലാ കാര്യങ്ങളും പ്രിയനങ്ങൾ തന്നെയാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വർഷവല്ലകി സ്റ്റുഡിയോയിലെത്തി ഹാർമോണിയെ പെട്ടി വായിച്ചിട്ട് ആദ്യം കസവിൻ്റെ തട്ടമിട്ട് പാട്ട് പഠിപ്പിച്ചിരുന്നു. പാട്ട് പഠിപ്പിച്ചിരുന്ന സമയത്ത് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു കാസറ്റിൽ. അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഫുൾ പാടി തന്നിട്ട് എന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. കൊൺസോളിൽ ഇരുന്നിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം വോയിസ് ബൂത്തിലേക്ക് ചെന്ന് അതിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ വോയിസ് ബൂത്തും സാധനങ്ങളൊന്നും എനിക്ക് അങ്ങനെ വലിയ ശീലമില്ല. ഞാനൊരു ആഡ് മാത്രമേ പാടിയിട്ടുള്ളൂ അതിന് മുമ്പ്. അപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ അതിന് മുമ്പ് ഹെഡ്ഫോൺ വെച്ചിട്ട് മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒറ്റ തവണയെ ഞാൻ പാടിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്നിട്ട് ഹെഡ്ഫോണൊക്കെ വെച്ച് പാടാൻ പറഞ്ഞു. ഞാനങ്ങ് പാടിയപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ പ്ലസൻ്റ് ആയിരുന്നു പാടി കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ വിളിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു, പോയിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് വാ, ഈ കാസറ്റിൽ ഞാൻ ട്യൂൺ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇതെടുത്തിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ നേരെ, എനിക്കെന്താ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നേരെ പ്രിയനങ്ങളുടെ പിന്നാലെ വന്നു. പ്രിയനങ്ങൾ കാർ കയറിയപ്പോൾ ഞാനും കാർ കയറി. അപ്പോൾ പ്രിയനങ്ങൾ പടത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അദ്ദേഹം സ്റ്റുഡിയോ വരെ പോയി. സ്റ്റുഡിയോയിൽ എത്തി, സ്റ്റുഡിയോയിൽ നിന്ന് ഇങ്ങനെ നടന്ന് സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോവുക. അപ്പോൾ എനിക്ക് ഞാൻ നിൽക്കണോ പോകണോ ഒന്നും മനസ്സിലാവുന്നില്ല, ചോദിക്കാനും തോന്നുന്നില്ല. കാരണം പ്രിയനങ്ങൾ ഫുൾ തോട്ടില്ല. പ്രിയനങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് എത്തിയിട്ട് പിന്നെ പെട്ടെന്ന് ആലോചിച്ചിട്ട് എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ താഴെ നിൽപ്പുണ്ട്. നീ പൊക്കോ, എല്ലാം ഓക്കെയാണ്, 5 ദിവസം കഴിഞ്ഞിട്ട് വന്ന് പാടിക്കോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ശരിക്കും വിനീതിന് വിദ്യാസാഗർ ആരാണ് എന്ന് ചോദിച്ചാൽ, ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിനീതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനപ്പുറത്തേക്ക് വിദ്യാസാഗർ സാർ ആരാണ്? ശരിക്കും വിദ്യാസാഗർ സാറിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും വിനീത് ആദ്യം പറയുക? അഴകിയ രാവണൻ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് ഞാൻ അങ്ങനെ മലരെ മൗനമാക്ക അതിന് മുമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭാഷയിൽ ഒരു പാട്ട് കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കണക്റ്റ് ആവുന്നത്. അപ്പോൾ അഴകിയ രാവണൻ്റെ കാസറ്റിൽ ആ സാധനം ഉണ്ടല്ലോ, ടും 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 ടും. അപ്പോൾ എപ്പോഴും അതിന് മുമ്പ് AR റഹ്മാൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അന്ന് അറിയില്ല, പക്ഷെ മറ്റ് പാട്ടുകളില്ലാത്ത എന്തോ ഒരു നീറ്റ്നെസ്സും ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു ഫീൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് AR റഹ്മാൻ സാറിൻ്റെ. ടെക്നിക്കലി അന്ന് അറിയില്ല. അപ്പോൾ ബാക്കി ആൾക്കാരുടെ പാട്ടുകളിലില്ലാത്ത, അപ്പോൾ പിന്നീടാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കാസറ്റിൻ്റെ മാസ്റ്ററിങ് അടക്കം ഏത് എക്യുപ്മെൻറ്റിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതൊക്കെ റഹ്മാൻ സാർ പറയാറുണ്ടായിരുന്നു അത്ര. അതിപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാൻ അറിയുന്നത് എന്തുകൊണ്ടാണ് അന്ന് ആ ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് കിട്ടിയിരുന്നത്. ഒന്ന് പ്രൊഡക്ഷൻ, പിന്നെ യൂസേജ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, പല ജോണർ മിക്സ് ചെയ്യുന്നത്, പിന്നെ ഈ ടേപ്പിൽ ഈ സാധനം വരുമ്പോൾ അടക്കം അവരത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടേ കാസറ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ വിടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടാണ് പെട്ടെന്ന്. അപ്പോൾ ഈ പാട്ടൊക്കെ ഉണ്ടല്ലോ, തൊട മലർന്നതെന്ന്, അതിലും ടും 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 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്ലീനായിട്ട് ഒരു നമുക്ക് ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഭയങ്കര സമാധാനം തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പാട്ടിന്. അതുപോലെ തുടങ്ങിയപ്പോൾ തന്നെ ടും 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 ഓരോ എലമെൻറ്റും ഓരോ രാജാവ് വരുന്ന പോലെ വരുന്നത്. ആദ്യം ഒരു ഫ്ലൂട്ട് ബിറ്റ് വന്ന് പോയി, പിന്നെ ടും 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 അത് വന്നു. അടുത്തത് മറ്റേ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരുന്ന പോലെ, അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലൂട്ട് ബിറ്റ് ഉണ്ട്, ഓരോ ആൾ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും, ഓരോ ലെയറും വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദാസാറിൻ്റെ പോലത്തെ ഒരു ശബ്ദം പ്രതീക്ഷിക്കുമ്പോൾ
ഒരു കുഞ്ഞ് ശബ്ദം, വെണ്ണിലാ ചന്ദന കിണ്ണം, ശബ്നം. അതെ, ശബ്നം. ആ ശബ്നത്തിൻ്റെ വോയിസ് വന്നതിന് ശേഷമാണ് ഇത് ദാസാറിൻ്റെ ശബ്ദം വരുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പടം ചെയ്യുന്ന പോലെയാണ്. എല്ലാവരും ഒരു നായകൻ്റെ ബിൽഡപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അടുത്തയാൾ ഫൈനലി നായകനെ പ്രസൻറ്റ് ചെയ്തു എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ രസമായിരുന്നു അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം തൊട്ട് എനിക്ക് വിദ്യാസാഗർ സാറിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് ഇതൊക്കെ കേട്ട മനുഷ്യൻ്റെ മുമ്പിലാണല്ലോ നമ്മൾ പോയി നിൽക്കുന്നത്. കസവിൻ്റെ തട്ടം ഞാൻ എന്നെ വിളിച്ചിട്ടൊരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി പാടുന്നത്. അപ്പോൾ പാടുന്ന സമയത്ത് സാറ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മൾ നെർവസ് ആണെങ്കിലും നമുക്ക് സാറിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു നെർവസ്നെസ് അദ്ദേഹം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ എന്തെങ്കിലും നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ ഉടനെ അപ്പുറത്തുനിന്ന് സൂപ്പറാ പാടറെ എന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ കാണിക്കും, എക്സ്പ്രസ് ചെയ്യും. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു മുഖം ചൊളിച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ തരാത്തൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ആ പാട്ട് കസവിൻ്റെ തട്ടം എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു പുകയാണ്. എനിക്ക് പാടാൻ തുടങ്ങി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് മറ്റേ അതൊരു വെള്ളി പോലെ വീണതാ. അദ്ദേഹത്തിന് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ പിച്ച് കിട്ടാഞ്ഞപ്പോൾ ഒരു വെള്ളി പോലെ വീണതാ. അപ്പോൾ അദ്ദേഹം സൂപ്പർ, അയ്യോ ഇതിനി വീണ്ടും വൺ മോർ പോലെ, ഇതിനി ഇപ്പോൾ വീണ്ടും എങ്ങനെയാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ മനസ്സിലായി ആ ഒരു ഫേക്ക് വോയിസ് ആണ് അദ്ദേഹം. ഈ വെസ്റ്റേൺ പാടുന്നവർക്ക് ഇത് കിട്ടും. എനിക്ക് അറിഞ്ഞൂടാ, എനിക്കിതിൻ്റെ ടെക്നിക്കാലിറ്റി ഒന്നും അറിയില്ല അന്ന്. അപ്പോൾ പക്ഷേ എന്തോ അത് കിട്ടി, പിന്നീട് പാടുമ്പോഴും കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് റെക്കോർഡിങ്ങിൻ്റെ ഓർമ്മ. സാറിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, വളരെ അല്ലാത്ത പാട്ടുകൾ ഏതൊക്കെയാണ്? പെട്ടെന്ന് ഓർത്തിട്ട് 2-3 പറയാമോ? എനിക്ക് വെണ്ണില ചന്ദനക്കിണ്ണം, പിന്നെയും പിന്നെ വിണ്ണിലെ പൊയ്കയിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ വിണ്ണിലെ പൊയ്കയിൽ വന്നിറങ്ങിയ പൗർണമി. എന്ത് പാട്ടല്ലേ! ഞാൻ എത്ര കേട്ടാലും മതി വരാത്ത. ചിലപ്പം ഈ വിണ്ണിലെ പൊയ്കയിൽ എല്ലാവരും പറയില്ല, പക്ഷെ ഞാൻ സാറിനോട് സംസാരിക്കുമ്പോഴും പല പാട്ടുകളും ഒക്കെ പറയുമ്പോഴും എൻ്റെ 1-2 ഫേവറേറ്റ് പാട്ടുകൾ ഞാൻ സത്യത്തിൽ പറഞ്ഞിട്ടില്ല. ഈ വിണ്ണിലെ പൊയ്കയിൽ എന്ന് പറയുന്നത് എനിക്ക് എത്ര ഈ മനുഷ്യൻ ഇത് ആ മൂഡ് എത്ര ചേഞ്ച് ഓവേഴ്സ് ഉണ്ടെന്നറിയാമോ അതിനകത്ത്. പക്ഷേ എന്നിട്ടും നമ്മളതിനകത്ത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ കുലുങ്ങിയിരിക്കുന്ന ഒരു സാധനമില്ലേ, അതാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഏതൊക്കെ പാട്ടുകൾ? ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ, ഒരു വല്ലാത്ത പാട്ടാണ് അത്. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. ഷഹബാസ് അമൻ എന്ന് പറയുന്നത്. അയ്യോ, ഷഹബാസ് ഖാൻ അത് പാടാൻ വന്നപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. ഞാൻ ഷഹബാസ് ഖാൻ അന്ന് ഞാൻ ഓമനപ്പുഴ പാടിയിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഷഹബാസ് ഖാൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ലാലുച്ചേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ഷഹബാസ് അമൻ എന്നാണ്. എനിക്ക് ആദ്യം പേര് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, ഷഹബാസ് അമൻ. അപ്പോൾ പിന്നീട് ഷഹബാസ്ക്കായിട്ട് നമ്മൾ സ്റ്റേജ് ഷോനും ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പാടാൻ വന്നപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. അസാധ്യമായിട്ട് പാടിയിട്ടില്ല ആ പാട്ട്. ഇങ്ങനെ പാടിയത് മറ്റൊരാൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ് പാട്ട് പാടിയിരിക്കുന്നത്. അതെ, ഒരു മിസ്റ്ററി ഉണ്ട് ഷഹബാസ്ക്കയുടെ വോയിസിൽ. ഇപ്പോൾ വെള്ളി നിലാവല നിന്നുടെ പൊന്നുടൽ വന്നു പൊതിഞ്ഞൊരു നേരത്ത് ഒതുക്കും ഷഹബാസ് ഖാൻ, പറത്തി വിടൂല, ഒതുക്കി കളയും. അപ്പോൾ അങ്ങനെ ഒരു സാധനം, ഇത് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് നടക്കുന്ന ഒരു സാധനമാണ് പുള്ളി നമ്മൾ കൺവിൻസ് ചെയ്യും വോയിസിൽ. ആ ഒരു സാധനം ഉണ്ട് പുള്ളിയുടെ വോയിസിൽ. പൊളിപ്പാട്ടാണ്. വേറെ ഏതൊക്കെയാ? ദിലീപിന്റെ സെലക്ഷൻ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു രസം വരുന്നുണ്ട്. വേറെ എനിക്ക് കൺഫ്യൂഷൻ തീർക്കണമേ. എന്റെ പാട്ട് ജലാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാൻ എന്ന് പാടുമ്പോണ്ടല്ലോ നമ്മള് ശിവശംഭോ 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 ശംഭോ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ ഒരു പാട്ട് മലയാളത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഭയങ്കര രസമുള്ള കൊറിയോഗ്രാഫിയുമാണ്. അതായത് കൊറിയോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് എന്നുള്ള രീതിയിലല്ല, പക്ഷെ ഒരു ഭ്രാന്ത് ഉണ്ട് അതിന്. ആ പാട്ടിനകത്ത് എല്ലാരും കൂടെ കുലുങ്ങി ഒരു മാഡ്നസ് ഉണ്ട് ആ പാട്ടിന്, അല്ലേ?
അത് അടിപൊളിയാണ്. എനിക്ക് അതേ സാധനത്തിലാണ് രാരവേണു ഭയങ്കര ഇഷ്ടമാണ്. രാരവേണു അപ്പൊ ഭയങ്കര രസമാണ്. പിന്നെ ഒരു പൂവിനെ നിശാശലഭം, അതും രസമുള്ള, അത് നമ്മൾ സ്ഥിരം കേൾക്കാത്ത ഒരു പാട്ടാണ്. ലാലുവേട്ടൻ്റെ സിനിമകളിലുള്ള മറന്നിട്ടും എന്തിനോ, മറന്നിട്ട്, അയ്യോ എൻ്റെ അമ്മേ, അത് വേറെയാണ്. അതിന് വേറെ ഒരു ആരാധക വൃന്ദം തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ സ്ത്രീകളൊക്കെ ഈ പാട്ട് അവരുടെ എന്തൊക്കെയോ ഒരു സംഭവമാണെന്ന് കരുതി കേൾക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന് തോന്നുന്നു. സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അങ്ങനെയുള്ള പാട്ടുകൾക്കുള്ള സ്കോപ്പില്ല സിനിമയിൽ. വളരെ അപൂർവമായിട്ടേ അങ്ങനെയുള്ള പാട്ടുകൾ വരാനേ സാധ്യതയുള്ളൂ. ഒരു കോണ്ടംപററി സിനിമയുടെ നേച്ചർ മാറിയതുകൊണ്ടേ ഇനി നമുക്ക് എങ്ങനെ അങ്ങനത്തെ ഒരു പാട്ടുണ്ടാകുക? അതൊരു അല്ലേ, എല്ലാവരും ഒരു ഭയങ്കര നമുക്കത് ചെയ്യാനുള്ള മ്യൂസീഷ്യൻസ് ഉണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, അവർക്ക് അതിനുള്ള സ്പേസ് അല്ല. പുതിയ കാലത്തിലേക്ക് അവർ മാറണം. വിനീതിൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ദീപക് ദേവ് ഉപയോഗിച്ച് തുടങ്ങുന്നത് നരനിൽ ഉപയോഗിക്കുന്നു. നരന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റുപാടിയ പാട്ടെന്ന് പറഞ്ഞാൽ കരളേ കരളിൻ്റെ കരളേ. അതിൽ അല്ല, കരളയാണ് ഫസ്റ്റ് നരൻ പിന്നെയാണ് റിലീസായത്. കരളേ കരളിൻ്റെ കരളേ വരുന്ന സമയത്ത് അയാൾ തുടർന്ന് നമ്മുടെ റിമി ടോമി ഞാനില്ല നിന്നോട് കൂടെ രണ്ടുപേരും ഇങ്ങനെ കട്ട് ചെയ്ത് പാടുമ്പോൾ ഭയങ്കര ഒരു ഫീലുള്ള പാട്ടായിരുന്നു. ആ പാട്ടിൻ്റെ 2 വരി പാടുമോ? കരളേ കരളിൻ്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ, ഞാനില്ല നിന്നോട് കൂടാൻ, ഞാനില്ല നിൻ വിളി കേൾക്കാൻ, അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എൻ്റെ സ്നേഹിതയാണു നീ. കരളേ കരളിൻ്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ. ഹോ, എനിക്ക് വിസിലറിയില്ല, കാറ്റ് മാത്രമേ വരുള്ളൂ. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. ചില കാര്യങ്ങളെ നമ്മളിങ്ങനെ സ്പർശിക്കും, നമ്മൾ അനുകരിക്കാനൊക്കെ ശ്രമിക്കില്ലേ? അതെ. പിന്നെയാണ് എനിക്ക് തോന്നുന്നു അലക്സ് പോളിൻ്റെ മ്യൂസിക്കിൽ കുറേ പാട്ടുകൾ വന്നിട്ടുള്ളതിൽ എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ട് ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും അത്തുറന്ന് വേണ്ടേ എന്ന് പറയുന്ന ശരത് വയലാറാണ് എഴുതിയത്. ആ പാട്ടിൽ തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്തു ഞാൻ നിന്നുവെങ്കിലും കൈതൊടാഞ്ഞതെന്തേ, ലാളനങ്ങളിൽ മൂളുവാൻ കൈ താളമിട്ടൊന്ന് പാടുവാൻ കാൽച്ചിലങ്കുകൾ എന്ന് ചോദിക്കുന്ന ഒരു വരിയുണ്ട്. അപ്പം ഇതിൻ്റെ അർത്ഥം തേടിപ്പോകുന്ന പരിപാടി ഞങ്ങൾക്കുണ്ടല്ലോ. വരി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇറോട്ടിക്കാണ്. തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ, അത്രയും ഇതായിട്ട് നിന്നിട്ടും നീ തൊടാത്തത് എന്തേന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ പലതരത്തിലാണ് ഇതിൻ്റെ ഭംഗിയെ നോക്കിക്കാണേണ്ടത്. പക്ഷെ ആ പാട്ട് ഭയങ്കര പോപ്പുലറായിരുന്നു. സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്നല്ലോ, പാട്ട് പോപ്പുലറായിരുന്നു. ശരിക്കും അതിനകത്ത് വിനീതിൻ്റെ ശബ്ദം അവിടെ നിന്ന് പാടുന്ന നരേൻ്റെ ഒരു സാധനമായിട്ട് തന്നെ നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു. ആ പാട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടിരുന്നു. അന്ന് വിനീതിന് ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പോൺസ് എന്തൊക്കെയാണ് വന്നത്? സ്പർശനം എന്ന് പറയുന്നത് സ്നേഹത്തോടെയുള്ള സ്പർശനം ആവാലോ, അത് ലസ്റ്റ് തന്നെ ആവണം നിർബന്ധമില്ലല്ലോ, അല്ലേ? അതെന്ത് വേണമെങ്കിലും ആവാം. അന്ന് എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യമുണ്ട്. ഞാൻ അതായത് എൻ്റെ എറണാകുളത്തുള്ളൊരു കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ലാൽ മീഡിയയിലാണ് എൻ്റെ കൽബിലയുടെ റെക്കോർഡിങ് നടക്കുന്നത്. അപ്പോൾ അലക്സേട്ടൻ വിളിച്ചിട്ട് ഞാൻ ലാൽ മീഡിയയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഡെമോ എന്തോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു CD. അപ്പോൾ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ തിരിച്ചു കയറുന്ന സമയത്ത് ആ റൂമിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് വെറുതെ എന്തിനാ തിരിച്ചു കയറുന്നതെന്ന് ചോദിച്ചു. അന്ന് അത് കേട്ടിട്ട് അത് പോയിട്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ് ആവുന്നത്. ഈ അന്ധവിശ്വാസത്തിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ. നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടാണല്ലോ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് തിരിച്ചു കയറരുത്. അപ്പോൾ തിരിച്ചു കയറിയാൽ ഒരു കുഴപ്പമില്ല, നമ്മൾ ഒരു സാധനം മറന്നു വെച്ചാൽ വഴിക്ക് പോകാമെന്ന് വെച്ചിട്ട് തിരിച്ചു കയറാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അന്ന് അത് പാട്ട് റെക്കോർഡ് ചെയ്തു. പാട്ട് എനിക്ക് നന്നായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് പാടിയത്. പക്ഷേ ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നു പാടുമ്പോൾ. പരിചയക്കുറവിൻ്റെ ഞാനും അധികം പാട്ടുകൾ പാടിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പാടുമ്പോൾ നെർവസായിട്ടാണ് പാടിയത് അത്. പക്ഷേ ആ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലുവേട്ടൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട്
പറഞ്ഞു നിൻ്റെ പാട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, എൻ്റെ അടുത്ത് പൃഥ്വി ഇരിപ്പുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ രാജുവിൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ രാജു ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വിനീത് ഭയങ്കര കൺവിക്ഷനോട് കൂടിയിട്ട് പാടിയിട്ടുണ്ട്, നല്ല ബിലീഫ് ഫീൽ ചെയ്യുന്നുണ്ട് വോയിസിൽ എന്ന് പറഞ്ഞു. അപ്പം ഞാനെങ്ങനെയാണ് പാടിയെന്നുള്ളത് എനിക്കറിയാലോ. അപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര സമാധാനം തോന്നി. അപ്പോൾ അവരത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലുവേട്ടനുമായിട്ട് നേരത്തെ ഒരു സൗഹൃദമുണ്ട്. അദ്ദേഹം ചെന്നൈയിൽ വന്നാലൊക്കെ സിനിമ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കും, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ പാട്ടിൻ്റെ ആഘോഷം ഓർമ്മയുണ്ട് ഇപ്പോഴും. അയ്യോ, അത് ഇറങ്ങിയിട്ടൊരു പോക്കായിരുന്നു. എവിടെ പോയി കഴിഞ്ഞാലും അന്ന് TV ചാനൽസ് ഉണ്ടല്ലോ, നമുക്ക് ജൂക്ക് ബോക്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കൽബിലെയാണ്. അപ്പോൾ അത് അന്ന് എൻ്റെ കൽബിലെ റിലീസ് ചെയ്ത സമയത്ത് ആണ് ഞാനൊരു ഹിന്ദി ഡെമോ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ ഹിന്ദിയിലുള്ള കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിന് കൊണ്ടുപോയിട്ട് ആ ഡെമോ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഫീൽ ചെയ്തു, ഓക്കെ ഈ സമയത്ത് ഞാൻ എവിടെയെങ്കിലും പോയി അത് ചെയ്താൽ, എനിക്ക് അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മറ്റു ലാംഗ്വേജിലൊക്കെ പാടണം എന്നൊക്കെ. അപ്പോൾ അതുമായിട്ട് ഒരു മോരാ സയ്യ അങ്ങനെ കുറച്ച് പാട്ടൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് സലീം സുലൈമാൻ, ശങ്കർ ഷാൻലോയ്, വിശാൽ ശേഖർ, അങ്ങനെ കുറേ പേരുടെ അടുത്ത് ഞാൻ പോയിട്ട് ഞാൻ നേരെ നിന്ന് അവരുടെ മുന്നിലും പാടി ഡെമോയും കൊടുത്ത് പോന്നിട്ടുണ്ട്. ആ കോൺഫിഡൻസ് തന്ന പാട്ടാണത്. അടിപൊളി. ഇനി വേണമെങ്കിൽ എവിടെയെങ്കിലും, കാരണം പ്രോഗ്രാമേഴ്സായിട്ടും എൻജിനീയേഴ്സായിട്ടും ഒക്കെ ബോംബെയിലും ചെന്നൈയിലൊക്കെ മലയാളികളാണ്. ഏതെങ്കിലും ഒരു മലയാളീനെ കണ്ടു മുട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഈ CD കൊടുത്തിട്ട് മോനെ നീ രക്ഷപ്പെട്ടോ അല്ലെ എന്നെ കൊണ്ടുപോടാ എന്ന് പറയാന്നുള്ളൊരു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് മലയാളികളെ പരിചയപ്പെട്ടു. അവിടെ ഒരു ജിക്കു എന്ന് പറയുന്ന ഒരു ആഡ് ഫിലിംസിന് മ്യൂസിക് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെട്ടു. എന്നെ ഇവിടുന്ന് VKPയും ഗോപി സുന്ദറും ഒക്കെയാണ്, ഗോപിച്ചേട്ടനുമാണ് അന്ന് ഹെൽപ്പ് ചെയ്തത്. VKPയുടെ കുറേ ആഡ്സ് വിശാൽ ശേഖർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓം ശാന്തി ഓമിൻ്റെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പോയി ഡെമോ കൊടുത്തിട്ട് ഞാൻ അവിടെ അള്ളാക്കെ ബന്ദയൊക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, പക്ഷെ എനിക്കതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇവരെയൊക്കെ മീറ്റ് ചെയ്തു, ഇവരുടെ മുമ്പിൽ നമ്മുടെ ഒരു ഡെമോ പ്ലേ ചെയ്തു, അതിൽ തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു. അതെ. നമ്മൾ അലക്സ് പോളിൻ്റെ പാട്ട് പറയുമ്പോൾ ഈ മമ്മൂക്കയ്ക്ക് വേണ്ടി പിടിയാന എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ പിടിയാന അതെങ്ങനെയായിരുന്നത്? അത് വേറൊരു സ്റ്റൈലിലാണല്ലോ പാടിയിരിക്കുന്നത്. പിടിയാന മതയാന വലത്താന ഇടത്താന ഇരുതാനേ നിഴലാന ഇനി എന്തു ഞാൻ പറയാന ഇനി എന്തു ഞാൻ പാടാന എന്നും സ്വന്തമാന നിഴലാന. നന്നായിട്ട് വർക്കൗട്ട് ആയിരുന്നു. മമ്മൂട്ടിയങ്ങൾക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് എൻ്റെ വോയിസ് മാച്ച് ആവുമോ എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ ഫസ്റ്റ് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ വോയിസ് മാച്ച് ആവുമോ, അതാണ് എനിക്ക് ഫസ്റ്റ് തലയിൽ പോയത്. പക്ഷേ പിന്നെ ഞാനൊന്നും മിണ്ടാണ്ടിരുന്നു. നമ്മുടെ ലിസ്റ്റിൽ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ലേ. കഥ പറയുമ്പോൾ അതിലും മാമ്പുള്ളിക്കാവിലും പാടി. അത് രസമുള്ള, അതായത് എനിക്ക് തോന്നുന്നു M ജയചന്ദ്രൻ്റെ മ്യൂസിക്കിലെ രസമുള്ളൊരു സാധനമായിരുന്നു അത് പാടിയേ പറ്റും കേട്ടോ വിനീതേ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ എനിക്കൊന്ന് അറിയാതെ ഇല്ലേ ജയചന്ദ്രൻ സാർ പാടിയിട്ടുള്ള അതേമാതിരിയുള്ളൊരു സാധനമാണ് ഈ മാമ്പുള്ളിക്കാവിൽ. ആ ഫീല് സെയിം ഫീലാണ്. അതൊന്ന് രണ്ടുപേരും പാടട്ടെ. മാമ്പുള്ളിക്കാവിൽ മരതക കാവിൽ മണി കൊന്ന കണി വെച്ച തമ്പുരാട്ടി മഞ്ഞളിൻ നിറം കൊണ്ടും മൈ കണ്ണിൻ മൂന കൊണ്ടും മദനനെ മയക്കുന്ന തമ്പുരാട്ടി ഇവളിനി മംഗലത്തു വിളക്കു വെക്കണ വമ്പുകാരി മാമ്പുള്ളിക്കാവിൽ മരതക കാവിൽ മണി കൊന്ന കണി വെച്ച തമ്പുരാട്ടി. ഇതിൻ്റെ സൗണ്ടിങ് നല്ല രസമാണ്. M ജയചന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ വിനീതിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പടങ്ങൾക്ക് പറ്റിയൊരു മ്യൂസിക് ഡയറക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വിനീതിൻ്റെ എന്തൊക്കെ ഭാവനകൾ പറഞ്ഞു കൊടുത്താലും സാറിന് അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നൊസ്റ്റാൾജിയെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു നല്ല ആളും കൂടിയാണ്. ഒരൊറ്റ റെക്കോർഡിംഗ് സെഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു മ്യൂസിക് ഡയറക്ടറാണ് M ജയചന്ദ്രൻ സാറ്.
ലിറിക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടിലും ലിറിക്ക് നമുക്ക് ഓർമ്മയുണ്ടാവും. അത് അത്രയും ഫോക്കസ്, അത് വളരെ ടെക്നിക്കലി അതിനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അത്, അല്ലാതെ മെലോഡിക്കലി മാത്രമല്ല അദ്ദേഹം അതിനെ സമീപിക്കുന്നത്. കരിനീല കണ്ണിലെന്തേടി, അത് പഠിപ്പിച്ചിരുന്ന സമയത്ത് ഞാൻ ആദ്യം കരിനീല കണ്ണിലെന്തേടി, അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല, കരിനീല കണ്ണിലെന്തേടി, സാറിന്റെ ഒരു പറച്ചിലുണ്ട്, കവിൾമുല്ല പൂവിലെന്തേടി, ആ ചോദ്യം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് കിളിവാതിൽ, അങ്ങനെയല്ല, വാതിൽ ചെറുതായിട്ട് തുറക്കണം, കിളിവാതിൽ, ആ നോട്ടുണ്ടല്ലോ, കിളിവാതിൽ ചില്ലിലൂടെ നിന്നായം, അങ്ങനെ പറഞ്ഞുതരും. ഭയങ്കര രസമാണ് അത്. വരവേൽക്കാം നിന്നെ എൻ്റെ പൊന്നേ, ഓ, ഭയങ്കര രസമായിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. അടിപൊളി. അത് വിദ്യാസാഗർ സാറും അങ്ങനെയാണ്. വിദ്യാസാഗർ സാർ നോട്ട് പറയേയില്ല. അദ്ദേഹം ഈ സ്പാനിഷ് മസാലയിൽ ഒരു പാട്ടുണ്ട്, മാറ അക്കരെ നിന്നൊരു പൂങ്ക, ആ പാട്ടിൽ മാറാപ്പിൽ മഴ ചൂടിയ മേഘം, വാനിൽ വഴി തെറ്റിയ മേഘം, മാറാപ്പിൽ മഴ ചൂടിയ മേഘം, വാനിൽ വഴി തെറ്റിയ മേഘം, അപ്പടി ഇല്ല വിനീത് എന്ന് പറയാം, വാനിൽ വഴി തെറ്റിയ മേഘം, വാനിൽ പോയിട്ട് അപ്പടി വഴി തെറ്റിയിട്ട് ഇപ്പടി വരണം എന്ന് പറയും. നോട്ടല്ല പറയാ, അവിടെ ഒരു നോട്ടുണ്ട്, വാനിൽ, ആ നോട്ട് പറയില്ല, അവിടെ പോയിട്ട് തെറ്റണം എന്ന് പറയും. വാനിൽ വഴി തെറ്റിയ മേഘം പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. ഇപ്പോൾ വരുന്ന സിംഗേഴ്സിന് ഈ എക്സ്പീരിയൻസ് ആയിരിക്കും മിസ് ചെയ്യുക. അതായത് വിദ്യാസാഗർ സാറിൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് പാടുന്നത്, എം ജയേന്ദ്രൻ സാറിൻ്റെ അദ്ദേഹം ഇപ്പോഴും ഫ്രീക്വൻ്റ്ലി മലയാളത്തിൽ പടങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അത് കിട്ടും ആൾക്കാർക്ക്. പക്ഷേ രാജ സാറിൻ്റെ മുമ്പിൽ, വിദ്യാസാഗർ സാറിൻ്റെ മുമ്പിൽ ഒരു ഭയങ്കര, മോഹൻ സിത്താര സാർ, എൻ്റെ അമ്മോ, മോഹൻ സിത്താര സാറിൻ്റെ ഒക്കെ മുമ്പിൽ പാടുന്നത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഒരു പാട്ട് പഠിപ്പിച്ചു തരുന്നത്, ആ പാട്ട് നമ്മുടെ ഉള്ളിൽ ഇറക്കി തരും അവർ. മോഹൻ സിത്താര സാറിന് ഇപ്പം ലാസ്റ്റ് ഞാനൊരു പാട്ട്, പനി നീർപ്പൂവിൻ്റെ കവിളിലെ ചില്ലകൊണ്ട് പരിമള തൈലമൊന്ന് കാത്തുവെച്ചു, ഇത്തിരി തൂവാതെ കാറ്റിനും കൊടുക്കാതെ മുത്തണിച്ചപ്പിൽ ഞാൻ, ഭയങ്കര എക്സ്പ്രഷൻ ആയിരിക്കും, ലിറിക്കൽ എക്സ്പ്രഷൻ ഭയങ്കരമാണ്. എനിക്ക് കറക്റ്റ് പിച്ചിൽ അത് കിട്ടുന്നില്ല, ആ ഫീല് മനസ്സിലായി, അങ്ങനെ പഠിപ്പിച്ചു തരാം. ഭയങ്കര. ഈ ഗണത്തിൽ വരുന്ന ഒരാളാണ് ബിജി പാൽ. അതായത് ഇതിന്റെ തുടർച്ചയാണ്, തത്തിന്തകത്തെയ്തോം ചങ്കിൽ കേൾക്കണം മണ്ണിന്റെ താളം, ആ സാധനമൊക്കെ ഇല്ലേ? അതായത് നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ പേടിക്കണ്ട, ഇവിടെ ആളുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരാളാണ്. ഈ താരകമലര് പാടുന്നത് ബിജിപാലിന്റെ സ്കൂളിലാണ്. അതിപ്പോൾ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ മ്യൂസിക്കിനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ബിജിപാല്. താരകമലര് ഞാൻ ഇവിടെ മരിയൻ ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലൊരു സ്റ്റുഡിയോ ആണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ബിജിയേട്ടനെയും വലിയ പരിചയമില്ല, പിന്നെ ബിജിയേട്ടനെ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. അധികം സംസാരിക്കില്ല ബിജിയേട്ടൻ, ഭയങ്കര ക്വയറ്റായിട്ടുള്ള ആളാണ്, പക്ഷേ റെക്കോർഡിങ് ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ബിജിയേട്ടന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ദിവസം നേരത്തെ പ്രാക്ടീസ് ചെയ്യും, കാരണം ബിജിയേട്ടൻ പെട്ടെന്ന് ടേക്ക് ഓക്കെ ആക്കും. അപ്പം നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ഇത് ഒരു തവണയും കൂടെ ഒരു ചാൻസ് കിട്ടിയാൽ ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് പാടായിരുന്നു എന്ന് തോന്നും. അപ്പോൾ വിജയേട്ടന് വേണ്ടിയിട്ട് പാടുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഡെലിവർ ചെയ്യണം. 3/4 മണിക്കൂറിലൊക്കെ അദ്ദേഹം ഒരു പാട്ട് അപ്പോൾ നേരത്തെ തന്നിട്ടുണ്ടാവും. ഇപ്പോഴാണെങ്കിൽ വാട്സപ്പിൽ അയച്ചു തരും. അപ്പോൾ ഞാൻ കേട്ട് ഞാൻ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോവുക, കാരണം വിജയേട്ടൻ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ നല്ലൊരു സാധനം ചെയ്യണമല്ലോ, ഭയങ്കര ഈസിയാണ് വിജയേട്ടനോട് വർക്ക് ചെയ്യാൻ. താരകമലരുകൾ വിരിയും പാടം ദൂരെ അങ്ങു ദൂരെ, വാടാമലരുകൾ വിരിയും പാടം നെഞ്ചിൽ ഇടനെഞ്ചിൽ, കതിരുകൾ കൊയ്യാൻ പോകാം ഞാനൊരു കൂട്ടായി കൂടാം, ആകാശത്തമ്പിളി പോലൊരു കൊയ്ത്തരിവാളുണ്ടോ, തരിവളകൾ മിന്നും കയ്യിൽ പൊന്നരിവാളുണ്ടേ. അടിപൊളി. ഇങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ പണിയെടുത്തിട്ടും
യഥാർത്ഥത്തിൽ വന്നു നിന്ന് വിനീത് ശ്രീനിവാസനെ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്ത മനുഷ്യൻ എന്ന് പറയുന്നത് ഷാൻ റഹ്മാനാണ്. ഏറ്റവും കൂടുതൽ ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാമോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഷാൻ റഹ്മാനാണ്. ഇപ്പോൾ BK ഹരിനാരായണനും മനു മഞ്ജിത്തും ഷാൻ റഹ്മാനും വിനീത് ശ്രീനിവാസനും കുറേ അസാധ്യ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ മെലഡി ഉണ്ട്, കോമഡി ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മെലഡി ആണോ എന്ന് ചോദിച്ചാൽ മെലഡി ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ചെയ്ത കോമിക് പാട്ടുകളില്ലേ, ആ കോമിക് പാട്ടുകൾ അസാധ്യ പാട്ടുകളാണ്. എന്ന് വെച്ചാൽ പ്രേമം പോലും ഇപ്പം കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തുമണ്ണ കാലത്ത് എന്ന് പറയുന്നത് സത്യത്തിൽ അയാൾക്ക് നെഞ്ചിൻ്റെ നടുക്കിരുന്ന പെണ്ണിനെ നഷ്ടപ്പെട്ട വേദനയാണ്. അപ്പൊ കണ്ണീരിൽ കാല് തെറ്റി വീഴുന്നതാണ്. പാവപ്പെട്ടവന്റെ വിഷമത്തെ നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് വേറൊരു അർത്ഥത്തിലാണ്. അതൊരു അസാധ്യ വർക്കാണ്. ഒരുപക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ക്രിഞ്ചായി പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഇങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ് കിട്ടും. ആ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുത്ത 4 പേരാണ് ഒരുമിച്ച് അസാധ്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പാട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു തീരാൻ പറ്റാത്ത പാട്ടുകളുണ്ട്. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണിത്. മലർവാടിയിൽ തുടങ്ങാം നമുക്ക്. മലർവാടിയിൽ മംഗലം കൂടാൻ ഞങ്ങളുമുണ്ട് ചങ്ങായി എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ ഒരുമിക്കുന്നത്. ഷാൻ റഹ്മാനെ കണ്ടുമുട്ടിയത് എങ്ങനെയായിരുന്നു? 2005 നമ്മൾ രണ്ടുപേരും കൂടി ഒരു ഗൾഫ് മലയാളം മ്യൂസിക് അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഒരു അവാർഡ് നൈറ്റ് ഉണ്ടായിരുന്നു. അതിന് പോകുമ്പോൾ ഷാൻ ആ സമയത്ത് ഒരു ബാൻഡ് ഉണ്ട്, ദേസി നോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ട്. അതായത് ബാക്ക് സ്ട്രീറ്റ് ബോയ്സ് ഒക്കെ പോലെ. അന്ന് ആ ഒരു കൂൾ ടൈം ആണല്ലോ, എല്ലാവരും ഭയങ്കര കൂളായിട്ട് നടക്കുന്ന ഒരു സമയം. ഷാൻ അങ്ങനെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരുപാട് പേര് കൊച്ചിയിൽ നിന്ന് പ്ലേ ബാക്കിലുള്ള ആൾക്കാർ. അപ്പം ഞാൻ പാടി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം എനിക്ക് എന്താ പറയുക, മധുചേട്ടൻ, അഫ്സൽക്ക, ഗായത്രി ചേച്ചി, ഇവരെയൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ഞെട്ടി നിൽക്കുന്ന അവസ്ഥയിലുള്ള. അപ്പോൾ ഇവരെയൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്ന വേറൊരാൾ തൊട്ടടുത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 2 ഞെട്ടലോട് കൂടിയിട്ട് എന്താ പറയുക, മലയാള ഗാനശാഖനെ നോക്കിക്കാണുന്ന 2 ആൾക്കാർ. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് ഷാൻ ദീപകേട്ടൻ്റെ ഭയങ്കര ഫാനായിരുന്നു. ദീപക് ദേവിൻ്റെ സൗണ്ടിങ്, മലയാളത്തിൽ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു സൗണ്ടിങ് കൊണ്ടുവന്ന മ്യൂസിക് ഡയറക്ടറാണ് ദീപകേട്ടൻ. അപ്പോൾ ദീപകേട്ടന് വേണ്ടിയിട്ട് ഞാൻ പാടിയിട്ടുണ്ടല്ലോ, ആ ഒരു ബഹുമാനമുണ്ട് ഷാൻ എന്നോട്. അപ്പോൾ കരളയെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ദുബായിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ വർത്തമാനം പറഞ്ഞു. അവിടെ നിന്നും ഞങ്ങൾ കുറച്ച് പേരാണ് അന്ന് പിള്ളേർ സെറ്റ്, ബാക്കിയുള്ളവർ ഇച്ചിരിയും കൂടെ സീനിയേഴ്സാണ്. അപ്പോൾ അവിടെ ഹാങ് ഔട്ട് ചെയ്തത് മൊത്തം ഞങ്ങൾ 2 പേരുമാണ്. ഷെയ്ഖ് സായിദ് റോഡിനടുത്ത് സീഷൽ എന്ന് പറഞ്ഞ അതാന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ അവിടുന്ന് പുറത്ത് പോയാലും സൗണ്ട് ചെക്കിന് പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ പിന്നെ ഞാൻ എറണാകുളത്ത് എപ്പോൾ പോയി കഴിഞ്ഞാൽ ഷാനിനെ വിളിക്കും. അപ്പോൾ ഷാനിൻ്റെ വീട്ടിൽ പോവും, ഞങ്ങൾ ജാം ചെയ്യും. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പാട്ട് ഞാൻ എഴുതി ഇവൻ ചുമ്മാ ട്യൂണിട്ട് അങ്ങനെയൊക്കെ. ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, നമുക്ക് 2 പേർക്കും ഇഷ്ടമായതുകൊണ്ട് നമ്മളങ്ങ് ജാം ചെയ്യും. സെയിം ടൈമിലാണ് ജെയ്ക്സിനെ ഞാൻ പരിചയപ്പെടുന്നത്. ജെയ്ക്സ് ബിജോയ്, അത് അർജുൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കൂട്ടുകാരൻ വഴി ജെയ്ക്സിനെ പരിചയപ്പെട്ടു. ജെയ്ക്സ് മലയാളി എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്തുകൊണ്ടിരിക്കുക. രാജഗിരി കോളേജിൽ ജെയ്ക്സ് സ്റ്റുഡൻ്റാണ് ആ ടൈമിൽ. അപ്പോൾ ഈ ആൽബത്തിന് പ്രോഗ്രാമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൾ വേണം എന്ന് പറഞ്ഞിട്ട് ജെയ്ക്സ് മദ്രാസിൽ പോയിട്ട് സന്തോഷ് നാരായണനെ മീറ്റ് ചെയ്തു. അന്ന് സന്തോഷ് പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ മലയാളിയുടെ ഫുൾ പാട്ടുകൾ പ്രോഗ്രാമിങ് ചെയ്തിട്ടുള്ളത് സന്തോഷാണ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് ഷാന ചെയ്ത്. അന്ന് ഈ ആൽബത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അതിൽ മിന്നലഴകെ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ ഷൂട്ട് ചെയ്തു, ഞാനും ജെയ്ക്സും കൂടെ പാടി. അങ്ങനെ മലയാളി ഇറങ്ങി, മലയാളി നന്നായിട്ട് ഓഡിയൻസ് റിസീവ് ചെയ്തു. അന്ന് ഒരുപാട് കാസറ്റ്സും സീരീസും ഒക്കെ പോയ ഒരു ആൽബമായിരുന്നു. അന്നൊക്കെ ഈ മിനി ടിവിയും കൊണ്ട് സ്റ്റുഡിയോയിൽ ഞങ്ങൾ തന്നെ പോവുക. അപ്പോൾ ഈ കിരൺ ടി വി ഒക്കെ ഉള്ള സമയമുണ്ടല്ലോ. അപ്പോൾ 6 മണിക്ക് കിരൺ ടി വിയിലൊരു ലൈവ് ഉണ്ട്. 5:45 നമ്മൾ ട്രിവാൻഡ്രത്ത് സ്റ്റുഡിയോയിൽ പോകും. അപ്പോൾ അവർ ചെന്ന് ഈ ടേപ്പ് കൊടുക്കുമ്പോൾ ലൈവിൽ കയറുന്നോ? ആ കയറാം. അങ്ങനെയാണ് നമ്മൾ, അതായത് നമ്മളായിട്ട് അങ്ങോട്ട് പുഷ് ചെയ്യുന്നില്ല. 5:45 അവിടെ ചെല്ലുമ്പോൾ ഞാൻ പ്ലേ ബാക്കിൽ എൻ്റെ ഒരു സൈഡിൽ എൻ്റെ കൽപ്പിൽ അതും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ലൈവിൽ കയറുന്നു, കയറാം. എന്നിട്ട് ആ ആങ്കറെ കൊണ്ട് നമ്മൾ നമ്മുടെ പാട്ടിനെ പറ്റി ചോദിപ്പിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ആൽബം പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു കാലഘട്ടമാണ് കേട്ടോ. അങ്ങനെ മലയാളി കഴിഞ്ഞപ്പോൾ ഞാനും ഷാനും കൂടെ നമുക്ക് ഒരുമിച്ചൊരു ആൽബം ചെയ്താലോ, നമുക്കതൊരു ഭയങ്കര എനർജി തന്നൊരു ആൽബമായിരുന്നു ജെയ്ക്സിൻ്റെ മലയാളി. അങ്ങനെ ഞാനും ഷാനും കൂടെ കോഫി അറ്റ് MG റോഡ് എന്ന് പറഞ്ഞൊരു കുറേ പാട്ടുകൾ നമ്മൾ ജാം ചെയ്ത് വെച്ച് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തിട്ട്
ഉണ്ടാക്കിയ ഒരു ആൽബമാണ്. അപ്പോൾ അന്ന് ഷാൻ്റെ കൂടെ ഷാൻ്റെ മുറിയിൽ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു, ഷാൻ്റെ ഡിനോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്, ഡിനോ ഫിലിപ്പോസ്. പുള്ളി പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നുണ്ടെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മുറിക്കകത്തുള്ള ആൾക്കാർ കൂടിയിട്ട്, ആ വീടിനകത്ത് ഉള്ള 3 ആൾക്കാർ കൂടിയിട്ടാണ് ഈ ആൽബം ചെയ്യുന്നത്. കോഫി അറ്റ് MG റോഡിൻ്റെ പ്രോസസ്സിലാണ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്ക് ആവുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കോഫി അറ്റ് MG റോഡിൻ്റെ ടൈമിലാണ് നമ്മൾ പലവട്ടം 3/4 മണിക്കൂർ കൊണ്ട് ഉണ്ടായ പാട്ടാണ്, 45 മിനിറ്റ്സ്. അതിൻ്റെ പ്രോഗ്രാമിങ്, ലിറിക്ക്, റെക്കോർഡിങ് എല്ലാം അത്ര ഫാസ്റ്റായിട്ട് ചെയ്ത പാട്ടാണ്. അത് പിന്നെ പുറത്ത് റെക്കോർഡ് ചെയ്തിട്ടില്ല, ഷാൻ്റെ വീട്ടിൽ നിന്നാണ് അത് പാടിയ. ഷാൻ്റെ ഒരു സാംസങ് Q7 എന്ന് പറഞ്ഞ ഒരു മാട്ട മൈക്കുണ്ട്, അതിലാണ് അത് റെക്കോർഡ് ചെയ്തത്. കേൾക്കണ്ട ഇപ്പൊ ഓടിക്കും. അയ്യോ, ആ ബ്രാൻഡിന് അല്ലല്ല, അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല. അത് കഴിഞ്ഞിട്ട് മലർവാടി ചെയ്യാൻ സമയത്ത് ചോദിച്ചു ഷാനിനോട്, സിനിമ ചെയ്യുന്നുണ്ടോ, സിനിമ ചെയ്യാമോ? ആ സമയം ആയപ്പോഴേക്കും നമ്മൾ അണ്ടർസ്റ്റുഡ് ആയിരുന്നു. ഞാനൊരു പടം ചെയ്യുമ്പോൾ ഷാൻ അതിൻ്റെ മ്യൂസിക് ചെയ്യുന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആയിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം പറിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു പാട്ട് ക്രാക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈം എടുത്തു. ഇന്നൊരു മഴയിൽ ഞാൻ എന്ന് പറഞ്ഞ പാട്ടാണ് ആദ്യം ചെയ്തത്. അത് കിട്ടിയപ്പോൾ അവനും ഒരു സമാധാനമായി, എനിക്കൊരു സമാധാനമായി. പിന്നെ അതെല്ലാം ഇങ്ങനെ. തട്ടത്തിൻ മറയത്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്യാമാംബരമാണോ അനുരാഗത്തിൻ വേളയിലാണോ, ഒരു പക്ഷേ വിനീതിന് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം? എനിക്ക് അനുരാഗത്തിൻ വേളയിൽ ഭയങ്കര പേഴ്സണലാണ്. ലിറിക്ക് ഞാൻ എഴുതിയതുകൊണ്ട് എനിക്ക് ഫുൾ ലിറിക്ക് അറിയാം. ലിറിക്ക് നോക്കണ്ട. ഷാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നീ അങ്ങ് റെക്കോർഡ് ചെയ്തു എന്നിട്ട് ഷാൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്, രാജേഷ് എന്നാണ് പേര്, പെർക്കഷനൊക്കെ വായിക്കുന്ന ഒരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്. ഞാനും അവനും കൂടെ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റുഡിയോയിൽ. ഞാൻ ഫുൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞു രാജേഷ് ഞാൻ ഇരുട്ടത്തിരുന്ന് പാടിക്കോട്ടെ എന്ന് ചോദിച്ചു. വിനീത് പാടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുൾ ഇരുട്ടിൽ അങ്ങനെ റെക്കോർഡ് ചെയ്ത പാട്ടാണ് അത്. അതിൻ്റെ ഹമ്മിങ്ങൊക്കെ ഭയങ്കര രസമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ആ സാധനം വരും, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന. പിന്നെ പിൽക്കാലഘട്ടത്തിൽ നമ്മൾ മറ്റേ കാറ്റും കൂടെ ആലോചിക്കും. അല്ല, ആ പാട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെയും എം ജയേന്ദ്രൻ സാറിൻ്റെ കൂടെയും അൽഫോൺസ് സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തതിൻ്റെ ഒരു ഭയങ്കര ഗുണം കിട്ടിയ. ഇപ്പോൾ ഷാൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ലിറിക്കിന് എം ജയേന്ദ്രൻ സാർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, ഔസ് സാറിന് ബേസ് വല്ലാതെ വോയിസിൽ വരാതെ നമ്മൾ ഹെഡ് വോയിസ് വെച്ച് പാടുന്ന ഒരു രീതി ഔസ് സാറിന് ഭയങ്കര ഇഷ്ടമായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേ ഒരിക്കലും അങ്ങനെ പാടണം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ ഒതുക്കത്തിൽ പാടില്ല. നമ്മൾ പറഞ്ഞില്ലേ വളരെ പേഴ്സണലായിട്ട് പാടുക, ഷാബാസ്കയുടെ ഇതിൽ പറഞ്ഞ പോലെ അങ്ങനെ പാടുന്ന ഔസ് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് കൃത്യമായി അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പാട്ടായിരുന്നു അത്. എം ജയേന്ദ്രൻ സാറ് പറഞ്ഞ കരിനീല കണ്ണിൽ എന്തേ, അത് ഞാനിപ്പോൾ പാടുന്ന പോലെയല്ല, ആ ചോദ്യം ആ മെലഡിയിൽ വരണം എന്ന് പറയുമല്ലോ. അതുപോലെ അനുരാഗത്തിൻ വേളയിലും വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടു പ്രേമാദ്രം. ലിറിക്ക് പ്രേമാദ്രം പാടിയിരിക്കുന്നത് വിനീത് പാടിയിരിക്കുന്നത് സൂപ്പറായിട്ടാണ് പക്ഷെ അത് സൂപ്പർബാണ്. അത് എനിക്ക് തോന്നുന്നു വേറെ ആൾക്ക് അനുകരിക്കാൻ പറ്റില്ല എന്ന് തോന്നില്ലേ ചില സാധനങ്ങൾ? അത് ഓർമ്മയുണ്ട്, അത് കറക്റ്റ് എനിക്ക് പാടാൻ പറ്റില്ല. കാരണം അന്ന് നമ്മൾ ഈ വോയിസ് മാത്രമല്ലല്ലോ ചേട്ടാ ഇതിലുള്ള റെക്കോർഡ് ചെയ്യുന്ന എൻജിനീയർ, പിന്നെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂഡ്, അന്നത്തെ നമ്മുടെ ശബ്ദം, ടെക്നിക്കലി പറയുകയാണെങ്കിൽ അന്ന് നമുക്ക് വെച്ചിട്ടുള്ള മൈക്ക്, ആ മൈക്കിന്ന് അവിടെ കിട്ടുന്ന ഔട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടാണ് ഒരു പാട്ടിൻ്റെ ഔട്ട് വരുന്നത്. പണ്ടത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനലോഗിൽ കേൾക്കുമ്പോൾ അതൊരു സിംഗറിൻ്റെ കയ്യിലാണ് ശരിക്കും അതിൻ്റെ ഒരു കംപ്ലീറ്റ് സാധനമുള്ളത്. അതുകൊണ്ടാണ് പണ്ട് ഒരുപാട് സിംഗേഴ്സ് നമുക്ക് ഇല്ലാണ്ടിരുന്നത്. ഇന്ന് ടെക്നോളജി നമുക്ക് ഒരുപാട് ഹെൽപ്പാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന മൈക്കിനനുസരിച്ച് തന്നെ നമ്മുടെ വോയിസിൽ ഭയങ്കര ടെക്സ്ചർ ഡിഫറൻസ് വരും. അപ്പം ദീപക്കേട്ടന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് 45 മിനിറ്റ്സ് ദീപക്കേട്ടൻ്റെ ഓൺലി ഫോക്കസ് എന്ന് പറയുന്നത് ഏത് മൈക്കിൽ ഇത് റെക്കോർഡ് ചെയ്യണം എന്നുള്ള. അദ്ദേഹം 2-3 മൈക്ക് കൊണ്ടുവരും. എന്നിട്ട് ആദ്യം ഒരു മൈക്ക് വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കും, പിന്നെ വേറൊരു മൈക്ക് നോക്കും, പിന്നെ വേറൊരു മൈക്ക് നോക്കും. അവിടെ കുറേ നോബ്സൊക്കെ അദ്ദേഹം തിരിക്കുന്ന കാണാം. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതായത് ഔട്ട് എങ്ങനെ വരുന്നു എന്നുള്ളതായിരിക്കും. ഷാനിടയ്ക്ക് പറഞ്ഞു 30 മൈക്ക് വരെ മാറ്റി നോക്കി ദീപകണ്ണല്ലേ. അന്ന് ദീപകണ്ണൻ്റെ സ്റ്റുഡിയോയിലാണ്, ഡി മേജർ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ദീപക്കേട്ടൻ വന്ന് മൈക്ക് ചെയ്ത് തരും നമുക്ക്. അവർ തമ്മിലുള്ള ആ ഒരു അടുപ്പം കാരണം ദീപക്കേട്ടൻ വന്ന് മൈക്ക് ചെയ്ത് തരും.
ഇപ്പോൾ അനുരാഗത്തിൻ വേളയിലെ തബലയുടെ സൗണ്ട്, ഗിറ്റാർസിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര രസമാണ് കേൾക്കാൻ. കാരണം അന്ന് ദീപകേട്ടൻ അത് മൈക്ക് ചെയ്ത്. അപ്പോൾ ആ ടോട്ടൽ ഔട്ട്പുട്ടിലാണ് ഒരു സിംഗർ വർക്കാവുന്നത്. അല്ലാണ്ട് അതെൻ്റെ സർക്കസ്കളിയുണ്ടല്ല. നിങ്ങളുടെ പാട്ടിൽ തന്നെയുണ്ട്, എൻ്റെ മാവും പൂത്തേ, നിന്റെ മാവും പൂത്തേ, നമ്മുടെ മാവുകൾ പൂത്തേ പൂത്തേ എന്നാണ് പാടുന്നത്. ശരിക്കും വിനീതിൻ്റെ പടങ്ങൾക്കും വിനീതിൻ്റെ പരിസരത്തിനും ഒക്കെ എഴുത്തിനും ഒക്കെ വിനീതിൻ്റെ ഇത്തരം പാട്ടുകളോ എല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വിനീതിൻ്റെ ഒരു കൂട്ടം ഉണ്ട്. ആ കൂട്ടമാണ് ശരിക്കും ഈ പാട്ടിലും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് കോമിക് പാട്ടാണ്, പക്ഷെ രസമാണിത്. ആ ഒരു നിങ്ങളെ ഒരു കൂട്ടം എന്ന് പറയുന്ന സാധനം മലർവാടി മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ കൂട്ടം ഉണ്ടല്ലോ, ആ കൂട്ടത്തെ നിങ്ങൾ ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. അതിപ്പം കൊണ്ടുവന്ന് ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടം ഇല്ലേ, അത് ഭയങ്കര സുഖമുള്ള ഒരു പടിയാണ്. ഈ മൈക്ക് വെക്കുന്ന കാര്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു സർക്കിളിൽ ജീവിക്കാൻ കഴിയുന്ന ഭയങ്കര കാര്യമല്ലേ, ആ കൂട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഒരുപാട് ഇപ്പോൾ ശരിക്കും ജോലിയാണ് നമ്മളെല്ലാവരെയും ഇങ്ങനെ കണക്ട് ചെയ്ത് നിർത്തുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലാത്ത സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും കുട്ടികളും എന്നുള്ളൊരു ചെറിയ സർക്കിളിലാണ് ഞാൻ. എനിക്കത് ഭയങ്കര കംഫർട്ടബിളുമാണ്. പക്ഷെ ജോലി ചെയ്യുന്ന സമയത്ത് അത്രയും കാലം നമ്മൾ മീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ആ വാംത്ത് ഉണ്ടല്ലോ, അത് തിരിച്ചു വരും. അതൊരിക്കലും മിസ്സായി പോവില്ല. എത്ര കാലം കഴിഞ്ഞിട്ട് കാണുന്ന സമയത്ത് ഞാൻ ഇപ്പം അടുത്ത് സയനോരേന ഷാൻ്റെ സ്റ്റേജ് ഷോന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും റിഹേഴ്സലിന് കൂടിയപ്പോഴാണ് സയനോരേന ഞാൻ എത്രയോ കാലം കഴിഞ്ഞിട്ട് കാണുന്നത്. ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല, എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് മേ ബി 8 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ട് ഫസ്റ്റ് ചോദ്യമാണ് അവൾ എൻ്റെ അടുത്ത്, എന്തെന്നാടാ അതിൽ കഴിഞ്ഞു. കാരണം ഞങ്ങൾ 2014-2015 വരെ എത്രയോ സ്റ്റേജസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. US ഒരു ഫുൾ ടൂർ, 14 സ്റ്റേജ്, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ബാക്ക് ടു ബാക്ക് സ്റ്റേജ്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്തപ്പോൾ ഞാൻ പുറത്തേക്കുള്ള ഷോസ് കുറച്ചു. പിന്നെ നമുക്കൊക്കെ ഇൻഡിപെൻഡൻറ്റ് ഷോസായി, സായക്ക് ഓൺ ബാൻഡായി. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് കുറയുമല്ലോ. പക്ഷേ ഈ ഒരു എന്ത് നാടാ എന്ന് ചോദിക്കുന്നതിൽ ആ സാധനം മുഴുവൻ തിരിച്ചു കിട്ടും. ഇതുപോലെയാണ് ഇപ്പോൾ ഇപ്രാവശ്യം ഭഗത്ത് വന്നപ്പോൾ, ഭഗത്തിൻ്റെ കൂടെ ഞാൻ എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ പരിചയക്കുറവ് നമ്മൾ നിർത്തിയെടുത്തുനിന്ന് അവിടുന്ന് വീണ്ടും തുടങ്ങുന്ന പോലെ ഫീൽ ചെയ്യുള്ളൂ. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ വിദ്യാസാഗർ സാറിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് പറന്നിറയി പൊന്നളക്കും പൗർണമി രാവായ എന്ന് പറയുന്ന പാട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ബിറ്റാണ് ഓണം കൊണ്ടുവരുന്നത്. പക്ഷേ വിനീതിനൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റി. അതിനുശേഷം നല്ലൊരു ഓണപ്പാട്ട് ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ തിരുവാമണി രാവ് തരാൻ പറ്റി. അത് ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ വിനീതിന് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതും ഉണ്ണിമേനോനെ പോലെ ഒരു ഗായകനെ കൊണ്ടുവന്നത് പാടാൻ പോകുന്നുണ്ടല്ലോ. ആ പാട്ട് ഒരുപക്ഷെ ഈ വിദ്യാസാഗർ സാർ തന്നുപോയതിന് ശേഷം നമുക്ക് കിട്ടുന്നൊരു ഓണപ്പാട്ടാണ്. ഇപ്പോൾ ഈ രണ്ട് പാട്ടും അതായത് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് ഏറ്റെടുത്തൊരു പാട്ടാണ്. പക്ഷെ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ മനുമഞ്ജിത്ത് ഇങ്ങനെ ഒരു മനോഹരമായ വരി എഴുതുമെന്നുള്ളത്, നമ്മൾ വേറെ കോമിക്സ് ജോണറൊക്കെ ചെയ്യുന്ന ഒരാൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു പാട്ട് വരിക, തിരുവാമണി രാവ്, അതാണ് ഞെട്ടിച്ചതെന്ന് പറയുന്നത്. പക്ഷേ ഞെട്ടിക്കാനുള്ള സ്റ്റഫ് അതിനകത്തുണ്ട് ഇപ്പോഴും. അത് ഇനി ഒരിക്കലും ആ പാട്ട് മരിക്കാൻ പോകുന്നില്ല. ആ പാട്ടുണ്ടായ കഥ പറയും. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ ട്യൂൺ ഇല്ലായിരുന്നു. ഓണപ്പാട്ടാണ് മനു. പക്ഷെ രാത്രിയാണ് പാട്ട് നടക്കുന്നത്. രാത്രിയാണ് ഇവർ ഓണസദ്യ കഴിക്കുന്നത്. അപ്പോൾ ഓണപ്പാട്ട് ഞാൻ അങ്ങനെ രാത്രി അല്ലല്ലോ നമ്മൾ സദ്യ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് ഗൾഫ് മലയാളികളാണ്, അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി അവർക്ക് കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രി നടക്കുന്ന ഒരു ഓണാഘോഷമാണെന്ന് പറഞ്ഞു. തിരുവാവണി രാവിലെ തുടങ്ങിയാലോ, ഫസ്റ്റ് മനു പറഞ്ഞത് അതാണ്. ആദ്യത്തെ ഓപ്ഷനായിരുന്നു തിരുവാവണി രാവ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷാൻ പറഞ്ഞു മനു അങ്ങനെ തന്നെ തുടങ്ങാം, അത് പക്കയാണെന്ന് പറഞ്ഞു. പിന്നെ മനു ഒരു 4 പേജ് ഞങ്ങൾക്ക് എഴുതി തന്നു. കുറേ ലിറിക്സ് ഉണ്ടായിരുന്നു. അതിന്ന് നമ്മളിങ്ങനെ പിക്ക് ചെയ്ത് ഒരു ഫസ്റ്റ് ഒരു പല്ലവി ഉണ്ടാക്കി, പിന്നെ ഒരു ചരണം ഉണ്ടാക്കി. ഈ ഒരു സ്ട്രക്ചർ മനുവിന് അങ്ങോട്ട് അയച്ചു കൊടുത്തു. മനു ഇത് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് മനു വെച്ചിട്ട് ഇത് ഓക്കെ ആണല്ലോ. അങ്ങനെയാണ്. അപ്പോൾ അതൊരു 4 പേജിനുണ്ടായിരുന്നു മനു എഴുതിയത്. അത് ഉണ്ണിമേനോനെ കൊണ്ടുവന്ന് പാടിക്കാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ്? അത് എല്ലാ മലയാളികളും കണക്ട് ചെയ്യുന്ന ഒരു വോയിസ്. ഇപ്പം ഞാനോ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനിലുള്ള ഒരു സിംഗറോ പാടുന്ന പോലെയല്ലല്ലോ. ഉണ്ണിയങ്ങൾ അത് പാടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന്, പിന്നെ അദ്ദേഹത്തിൻ്റെ വോയിസിൽ ഭയങ്കര ഒരു
സന്തോഷമുണ്ട്, ഉം, ഉം, ഒരു ഹാപ്പിനെസ് ഉള്ള വോയിസാണ്. ഉം. പാടുമ്പോൾ ദിം തനനാ ദിം തനനാ ദിം തനനാ ദിം പാടുമ്പോൾ നമുക്ക് ആ സന്തോഷം ഫീൽ ചെയ്യുമല്ലോ. ഉം. അപ്പോൾ ചില ആൾക്കാരുടെ വോയിസിൽ തന്നെ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ, ഉം. അങ്ങനത്തെ വോയിസസ് അതെ ഉണ്ടാവും. പാടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മെലങ്കളി ഉണ്ടാവും വോയിസിൽ. ഉണ്ണികൾ നേരെ തിരിച്ചാ, ഓട്ടോമാറ്റിക്കലി വരുന്നത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ വോയിസ്.